ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് രാജീവരെ ഇ ഡി ചോദ്യം ചെയ്യുന്നു. അല്പസമയം മുമ്പാണ് തന്ത്രി ഇ ഡി ഓഫീസിൽ ഹാജരായത്. ഡാനി പോൾ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ഡാനി, എന്താണ് നടക്കുന്നത്? ഹരി, അല്പസമയം മുമ്പാണ് തന്ത്രി കണ്ഠരര് രാജീവരെ ഇ ഡി ഓഫീസിൽ ഹാജരാവുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിന് നോട്ടീസ് നൽകിയിരുന്നു. 3 ദിവസങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഇതിൽ ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരുന്നത്. അതിൽ ഇന്ന് ഉച്ചയോടുകൂടിയാണ് കണ്ഠരര് രാജീവരെ ഇവിടേക്ക് ഇ ഡി ഓഫീസിലേക്ക് ഹാജരായിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ ഇനി നടക്കേണ്ടതുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം എന്ന് അദ്ദേഹത്തിനെതിരെ വന്നിരിക്കുന്നത്, ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ എത്തിച്ചത് കണ്ഠരര് രാജീവരാണെന്ന് പല പ്രതികളുടെയും മൊഴികളുണ്ട്. പ്രത്യേകിച്ച് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റായ പത്മകുമാർ അടക്കമുള്ളവരുടെ മൊഴികളിലെല്ലാം തന്നെ ഇതുണ്ട്. അതോടൊപ്പം തന്നെ ഈ സ്വർണ്ണപ്പാളികളിൽ സ്വർണം കുറഞ്ഞ് ചെമ്പ് തെളിഞ്ഞതിനാൽ സ്വർണം പൂശാൻ കൊണ്ടുപോകണമെന്ന് അനുവദിക്കണമെന്ന് കുറിപ്പ് നൽകിയതും കണ്ഠരര് രാജീവരായിരുന്നു. എന്നാൽ ഇതാണ് പ്രധാനമായ ആക്ഷേപങ്ങളായിട്ട് വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇത് താൻ നിയമപ്രകാരമുള്ള അനുജ്ഞയാണ് താൻ അനുസരിച്ചത് എന്നതും ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു നടപടികൾ എന്നതുമായിരുന്നു അദ്ദേഹം ഇതിന് വിശദീകരണമായിട്ട് പറഞ്ഞിരുന്നത്. എന്തായാലും SIT കേസിൽ അദ്ദേഹത്തെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും പിന്നീട് ഇപ്പോൾ ജാമ്യത്തിലുമാണുള്ളത്. ഈ കേസ് ഇ ഡിയിലേക്ക് വരുന്നതിനെ തുടർന്ന് ഇ ഡി പലരെയും തന്നെ വിളിച്ച് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൊഴി രേഖപ്പെടുത്തലടക്കമുള്ള കാര്യങ്ങൾ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം N വാസുവിനെ അടക്കം ഇവിടെ വിളിച്ചു വരുത്തുകയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതിന്റെ തുടർച്ച എന്നോണമാണ് ഇപ്പോൾ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.